പശ്ചിമേഷ്യൻ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു. മുന്നറിയിപ്പുമായി ഖത്തർ. ഗൾഫിലെ പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തനം നിർത്തുമെന്ന് സൂചന. ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം അതീവ ഗുരുതരമെന്ന് രാജ്നാഥ് സിംഗ്. റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് 1 മാസത്തെ ഇളവ് നൽകിയ അമേരിക്ക. 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉടനെത്തും. കേരളത്തിൽ പാചകവാതക ക്ഷാമത്തിനു സാധ്യത. വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് നിർത്തി കമ്പനികൾ. ലെബനൻ പട്ടണങ്ങളിൽ വ്യാപകമായി ബോംബാക്രമണം നടത്തി ഇസ്രായേൽ. ആക്രമണം അടുത്ത ഘട്ടത്തിലെന്ന് ഇസ്രായേൽ മിലിറ്ററി ചീഫ്. വേണ്ടിവന്നാൽ നീണ്ട യുദ്ധത്തിന് തയ്യാറെന്ന് ഇറാൻ. ഇറാനുമായി കരയുദ്ധത്തിനില്ലെന്നും ഇനി ലക്ഷ്യം ക്യൂബയെന്നും ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നയതന്ത്രജ്ഞരെ പിൻവലിക്കുകയാണെന്ന് അസർബൈജാൻ. അനുനയ ശ്രമങ്ങളോട് വഴങ്ങാതെ ജി സുധാകരൻ. തൽക്കാലം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല. പി കെ ശശിക്കെതിരെ നിയമ നടപടിക്ക് CPM. ബി ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളി തിളക്കം. അഭിമാനമായി അജയ് R. രാജിന്റെ 109ാം റാങ്ക്. നേട്ടം താഴ്ച പരിമിതിയെ അതിജീവിച്ച് 18ാം റാങ്കിൽ തിളങ്ങി S. ശ്രുതി. 57ഉം 271ാം റാങ്കും മലയാളികൾക്ക്. കാസർകോട്ടെ ജസീലയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിന്റെ മാതാവ് അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ജാസ്ലിയുടെ അപകട മരണത്തിൽ ഒളിവിലായിരുന്ന പ്രതി ഡോക്ടർ സിറിയക് ജോർജ് പിടിയിൽ. സിറിയക് ഒളിച്ചിരുന്നത് വാഗമണ്ണിൽ. വയനാട് തുരങ്കപാത പദ്ധതിക്ക് തുടക്കം. ഫസ്റ്റ് ബ്ലാസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് മുഖ്യമന്ത്രി. 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷ. താമരശ്ശേരി ചുരം ഒഴിവാക്കി 35 കിലോമീറ്റർ യാത്രാ ദൂരം ലാഭിക്കാം. ചിരകാല സ്വപ്നത്തിന് ഇനി ബ്ലാസ്റ്റിംഗ് വേഗതയെന്ന് മുഖ്യമന്ത്രി. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പേട്രിയറ്റിന് തിയേറ്ററുകളിൽ വിലക്ക്. നിർമ്മാണ വിതരണ വിഹിതം കൂട്ടിച്ചോദിച്ചതിനാണ് വിലക്ക്. ചിത്രവുമായി കരാർ വെക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക്കിന്റെ നിർദ്ദേശം.